കേരളം ഇനി ആര് ഭരിക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കേരളത്തെ പിടിച്ചു നിർത്തിയ അതികായനാണ് പിണറായി വിജയൻ. നീണ്ട 10 വർഷം മുഖ്യമന്ത്രിയായി കേരള സംസ്ഥാനത്തിന്റെ ക്യാപ്റ്റനായി നിലകൊണ്ടു. പ്രളയവും കോവിഡും ജനങ്ങളെ വലിച്ചപ്പോൾ പിടിവിടാതെ ജനങ്ങൾക്ക് കൂട്ടായി നിന്നു. എതിർപ്പുകൾ എന്തു തന്നെ ആയാലും ഒരു നിമിഷം കൊണ്ട് പൊട്ടിവിടർന്ന നേതാവല്ല പിണറായി വിജയൻ. പിന്നിട്ട വഴികളിലെല്ലാം ചെറുത്തുനിന്ന് തോൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് വന്നത്. ദീർഘകാലം പാർട്ടി സെക്രട്ടേറിയറ്റും 2 തവണ മന്ത്രിയായും ഭരിച്ചൊടുവിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം 10 വർഷം കയ്യിലൊതുക്കി. ഇടംവലം നിന്ന രണ്ട് ശക്തികൾ ഇക്കാലത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായി. പാർട്ടിയുടെ പിൻബലമായിരുന്ന സഹാവ് കോടിയേരി ബാലകൃഷ്ണനും വിപ്ലവ താരം അച്യുതാനന്ദനും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊൻ താരമായിരുന്ന ഇവരുടെ അഭാവത്തിലും പാർട്ടിയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് എത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. നിസ്സാരമായ കാലമായിരുന്നില്ല പിണറായിക്ക് നയിക്കേണ്ടി വന്നത്. അപ്രതീക്ഷിതമായി വന്നു കയറിയ പ്രകൃതി ദുരന്തങ്ങളെ നാട്ടിന്റെ നട്ടെല്ല് പോലെ നിന്ന് പിടിച്ചു നിർത്തി. ഒരു രാഷ്ട്രീയ നേതാവിനും ജനങ്ങളോട് 100% നീതി പുലർത്താൻ കഴിയില്ല. പെൻഷൻ മുടക്കാതെ, പാഠപുസ്തകവും ഉച്ചഭക്ഷണവും യൂണിഫോമും മുടങ്ങാതെ, ജീവനക്കാരെ ശമ്പളം മുടക്കാതെ പൊതുജനത്തിനെ താങ്ങി നിർത്തി. ഇനിയൊരു ഇലക്ഷൻ നേരിടാൻ ഒരു മടിയും കാണിക്കാതെ ധർമ്മടം മണ്ഡലത്തിൽ ഇത്തവണയും ക്യാപ്റ്റൻ ഇറങ്ങി. ജനവിധി എന്തായാലും ഭരണമാറ്റം നടന്നാലും ധർമ്മടത്തിൽ ഒരേ ഒരു നേതാവ് തന്നെയാണ് ഉണ്ടാവുക. കണ്ണൂരിന്റെ രുധിരതാരകം സഹാവ് പിണറായി വിജയൻ.